എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം വെച്ച് നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കുറച്ച് പഴവും അതിൻ്റെ കൂടെ മധുരത്തിന് ആവശ്യമായ ശർക്കര പാനിയും പിന്നെ കുറച്ച് അവലും പിന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താൽ മതി. ഇനി വെളുത്ത എള്ളാണെങ്കിൽ അത്, കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ആൽമണ്ട് ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും മതി. ആദ്യം തന്നെ നമുക്ക് ആ പഴം എല്ലാം കൂടി തോല് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പഴം മൈസൂർ പഴമാണ് കേട്ടോ, അതായത് പാളയംകോടൻ പഴമാണ്. ഒരു 12 പഴം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം എടുക്കാം. നല്ല സ്മൂത്തായിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അവലും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഹൽവയ്ക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബാക്കി സാധനങ്ങൾ കുറച്ച് എള്ളെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് പാനിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് നേരം. ഈ പഴത്തിൻ്റെ മിക്സ് നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ടിക്കാണ് കേട്ടോ ശർക്കര പാനി എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കരയല്ല പഞ്ചസാര ചേർത്താലും മതി. അപ്പം പക്ഷേ നമ്മുടെ ഹൽവയ്ക്കൊരു കളർ ഉണ്ടാവില്ല. ശരിക്കും ശർക്കര തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ആ ശർക്കര പാനിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പം അല്ലെങ്കിൽ അത് ശർക്കരയൊക്കെ ചേർത്തതായതുകൊണ്ട് പാനിൻ്റെ അടിയിൽ പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും ഇപ്പം ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കറിയാം അതിൻ്റെ ആ വെള്ളം വറ്റി കളറ് മാറി തുടങ്ങുന്നത് കണ്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് അത് കട്ട് ആവാതെ ഇളക്കി കൊടുക്കാം. അവൽ പൊടിച്ചത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി തുടങ്ങും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഒരുവിധം നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഗാർണിഷിന് വേണ്ടി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എള്ളും പിന്നെ ആൽമണ്ട് ഫ്ലേക്സും, അതും കുറച്ച് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
കണ്ടോ, ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണേനേക്കാളും ഇഷ്ടം നെയ്യൊക്കെ ആണെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ വെളിച്ചെണ്ണയിൽ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളമായിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് അത് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാക്കിയിരിക്കുന്ന വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊരു കട്ടയാവുന്നിടം വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഹൽവ ഇങ്ങനെ പാകമായി എന്നറിയുന്നത് കണ്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് അത് ഒരു കട്ടയായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് ബൗളിലാണോ ഈ ഹൽവ സെറ്റ് ചെയ്യുന്നത് അതിലിത്തിരി വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി പോരാൻ എളുപ്പമുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ആ എള്ളും ആൽമണ്ട് ഫ്ലേക്സും ഇത്തിരി അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മുടെ ഹൽവയുടെ മിക്സ് ആ ബൗളിലേക്ക് ഇട്ടിട്ട് അത് ഒരു സ്പൂണ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല. ഞാനതിൽ ലാസ്റ്റ് അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ടോപ്പ് ഒന്ന് ലെവൽ ചെയ്യുമ്പോഴത്തേക്കും ആ സ്പൂണിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സെസമൻ സീഡ്സും ആൽമണ്ട് ഫ്ലേക്സും വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ അത് തണുത്ത് നമ്മുടെ മോൾഡിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി കൊണ്ടൊന്ന് വിടിയിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഹൽവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് നമ്മൾ വെറുതെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് അതിലേക്ക് ഡിമോൾഡ് ആയിക്കോളും. അതിങ്ങനെ അതിൻ്റെ ബൗളിൻ്റെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല. നമ്മൾ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കാണാനും അതുപോലെ തന്നെ കണ്ടോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി താനും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും ഇത് നമ്മൾ കഴിക്കുമ്പം പഴം കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്.